ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ക്രാക്ക് ദി ടെക്നിക്കൽസ്. ഇന്ന് നമ്മൾ 2025 ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ ദ റൂട്ടിംഗ് പ്രോട്ടോകോൾ ഗിവൻ ഇൻ ലിസ്റ്റ് 1 ആൻഡ് ദ നെയിംസ് ഗിവൻ ഇൻ ലിസ്റ്റ് 2. List 1 is distance vector routing, and the second is link state routing, and the list 2 is Bellman-Ford and Dijkstra's. For matching of items in list 1 with those in list 2, which one of the following option is correct? ഒരു 4 ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. കറക്റ്റ് ആയിട്ട് മാച്ചിങ് വരുന്ന ആളുടെ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി പോയി ഈ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്താണെന്ന് നോക്കിയിട്ട് വന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോട്ടോകോളിൽ നമ്മൾ ചെയ്യണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റൂട്ടർ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഏതാണോ അതിനുള്ള ബെസ്റ്റ് പാത്ത്, ആ ബെസ്റ്റ് പാത്ത് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോളിലുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റൂട്ടിംഗ് ടേബിളും അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണത്? ഒരു റൂട്ടിംഗ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റണം ഇതിന് എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലുള്ള റൂട്ടർ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ആ ടേബിൾ നോക്കുമ്പോഴത്തേക്ക് പറ്റണം. അപ്പൊ ഈ നമ്പർ ഓഫ് ഹോപ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉള്ള പരിപാടിയാണ്. അങ്ങനെയാണ് അതിന്റെ വെക്ടർ അത് മെയിൻറ്റെയിൻ ചെയ്യണത്, വെക്ടർ അത് കാൽക്കുലേറ്റ് ചെയ്യണത്, ഡിസ്റ്റൻസ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു റൂട്ടർ ഈ ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചുമ്മാതിരിക്കത്തില്ല. അവൻ എന്ത് ചെയ്യും? അതിനകത്തുള്ള നെയ്ബേഴ്സ്, അവന്റെ നെയ്ബർ ആരാണോ ആ നെയ്ബേഴ്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണേന്ന് പറഞ്ഞാൽ, അതിന്റെ നെയ്ബേഴ്സ് ഈ ഒരു പുതിയ ഒരു ടേബിൾ വരാൻ നേരത്ത് അതിന്റെ ടേബിള് ഈ വന്ന ടേബിള് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യാം. അപ്പോൾ ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റൂട്ട് എപ്പോഴും അതിന് കിട്ടും. ഇനി എല്ലാ ടൈമിലും ഈ ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യില്ല. എപ്പോഴാണ് ചെയ്യണേന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും ഒരു റൂട്ടറിലോട്ടുള്ള ലിങ്ക് ഡൗൺ ആവുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി ചേഞ്ച് ആവുന്ന ടൈമിലായിരിക്കും ഈ ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ അതിന്റെ നെയ്ബറിന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നെയ്ബർക്ക് അത് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ നമ്മൾ ഓൾഡ് റൂട്ടിംഗ് ഓൾഡ് ആർപാനെറ്റ് റൂട്ടിംഗ് അൽഗോരിതം എന്നൊക്കെ പറയും. ഈ ആർപാനെറ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. അപ്പം ആർപാനെറ്റ് റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് ബെൽമാൻ-ഫോർഡ് അൽഗോരിതം എന്നും പറയാനുണ്ട്. അപ്പൊ ഈ ബെൽമാൻ-ഫോർഡ് ബേസിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. അതുകൊണ്ടാണ് ഇതിനെ ബെൽമാൻ-ഫോർഡ് അൽഗോരിതം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇതിന്റെ നെയ്ബേഴ്സിന് ഇതിന്റെ ഡിസ്റ്റൻസ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. ഓക്കെ, ഇനി ഓരോ റൂട്ടറും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നേരത്ത് അത് റിസീവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അതിന്റെ ടേബിളും അത് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഴയതിനെക്കാട്ടിയും പുതിയ ഇൻഫർമേഷൻ എന്തെങ്കിലും ഇപ്പോഴത്തെ ടേബിളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോളിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതും ഓർമ്മയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. ഈ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള പോയിന്റുകളെല്ലാം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇപ്പോൾ ഓൾഡ് ആർപാനെറ്റ് റൂട്ടിംഗ് അൽഗോരിതം എന്നും ബെൽമാൻ-ഫോർഡ് അൽഗോരിതം എന്നും പറയുന്നത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിനെയാണ്. അപ്പൊ ഇവിടെ റൂട്ടിംഗ് ഇൻഫർമേഷൻ ആണ് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നെയ്ബേഴ്സിനാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതും ഓർമ്മിച്ചിരിക്കാം. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കാം. ഇനി നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിലോട്ട് വരാം. ഈ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ എങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ റൂട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ റൂട്ടിംഗ് ടേബിൾ ഒന്നും ഈ നെയ്ബേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പകരം എന്താ ചെയ്യണത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു റൂട്ടറിന്റെ നെയ്ബർഹുഡ് ആരാണോ ആ നെയ്ബർഹുഡ് ആരാണ് എന്നുള്ള ഇൻഫർമേഷൻ ആണ് റൂട്ടർ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നോഡിനും അതിന്റെ നെയ്ബറിലോട്ടുള്ള കോസ്റ്റ് മാത്രമായിരിക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും?
അത് കഴിഞ്ഞിട്ട് അത് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഡിങ് അല്ലെങ്കിൽ നോർമലി ഫ്ലഡിങ് എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഓരോ റൂട്ടറും ഈ ഒരു ഇൻഫർമേഷൻ അതിന്റെ നെയ്ബർഹുഡിലോട്ടുള്ള കോസ്റ്റ് എന്ന് പറയണത് എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ റൂട്ടറിലോട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് അതിനെ ഫ്ലഡിങ് എന്ന് പറയാം. അപ്പൊ ഈ ഫൈനൽ സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എൻറ്റയർ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു എൻറ്റയർ ടോപ്പോളജി എല്ലാ റൂട്ടർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഫ്ലഡിങ് എന്നുള്ള ഒരു വേർഡ് ഇവിടെ ഓർമ്മിച്ചിരിക്കുക. ഇനിഷ്യലി ഓരോ നെയ്ബറിലോട്ടുള്ള കോസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക, ബട്ട് ഫൈനൽ സ്റ്റേജിൽ എൻറ്റയർ ടോപ്പോളജി ഓരോ നോഡുകൾക്കും അറിയായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുത്തെ റൂട്ട് കാൽക്കുലേഷൻ ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈ റൂട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഡിജിക്സ്ട്രാസ് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഓരോ നോഡിലോട്ടും ഉള്ള ഒപ്റ്റിമൽ റൂട്ട് ഏതാണോ ആ ഒപ്റ്റിമൽ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പൊ ഈ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിന് തന്നെ നമ്മളിവിടെ ഡിജിക്സ്ട്രാസ് അൽഗോരിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്യുന്ന അൽഗോരിതം ആയതുകൊണ്ട് ഇതിനെ ഡിജിക്സ്ട്രാസ് റൂട്ടിംഗ് അൽഗോരിതം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇവിടെ റൂട്ടിംഗ് ഇൻഫർമേഷൻ അല്ല അത് ഷെയർ ചെയ്യണത്, പകരം എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ നെയ്ബറിലോട്ടുള്ള കോസ്റ്റ് എന്താണോ അതാണ് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് എന്ന് പറയുന്നത് ബെൽമാൻ ഫോർഡും ആയിട്ട് മാച്ച് ചെയ്യും. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത് ഡിജിക്സ്ട്രാസും ആയിട്ടും റൂട്ട് ചെയ്യും. സോ അപ്പോൾ ഓപ്ഷൻ 1A-യും 2B-യും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇവിടെ 1A 2B ആണുള്ളത്. സോ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.